ട്രംപും പുടിനുമായി അലാസ്കയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അവരുടെ ചുവന്ന പരവതാനിയിലുള്ള നടത്തമാണ്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ചർച്ചയായത് അമേരിക്കൻ സൈനികർ മുട്ടുകുത്തി നിന്ന് പുടിന് ചുവന്ന പരവതാനി അഥവാ റെഡ് കാർപ്പറ്റ് അലാസ്കയിലേക്ക് സ്വാഗതം ചെയ്യുന്ന രീതിയിൽ വിരിച്ചു കൊടുക്കുന്നതാണ്. ഇത് വലിയ പ്രതിഷേധം അമേരിക്കക്കാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അമേരിക്കൻ സൈനികരെ മുട്ടുകുത്തിച്ച് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ചുവന്ന പരവതാനി റഷ്യൻ പ്രസിഡന്റിന് വിരിച്ചു കൊടുത്തത് അത് വലിയ രീതിയിൽ പ്രതിഷേധാർഹമാണ് എന്ന് അങ്ങിങ്ങ് ചില അപസ്വരങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് പുടിനും ട്രംപും തമ്മിലുള്ള ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യം. ഈ ചുവന്ന പരവതാനിയിൽ കൂടെ നടന്നു വരുന്ന പുടിനും ചുവന്ന പരവതാനിയിൽ കൂടെ നടന്നു വരുന്ന ട്രംപും ഇവർ രണ്ടുപേരും ഈ ചുവന്ന പരവതാനിയിൽ വെച്ച് ഏറ്റുമുട്ടി എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റുമുട്ടി എന്ന് പറയുമ്പോൾ അവർ ദ്വന്ദ്വ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ ചുവന്ന പരവതാനിയിൽ ഇവർ ഏറ്റവും ബെസ്റ്റായിട്ട് ആരാണ് നടന്നു വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും 79-കാരനായ ട്രംപ് റെഡ് കാർപ്പറ്റിൽ തപ്പിത്തടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. മറുവശത്ത് ഈ സമയത്ത് പുടിൻ തികച്ചും ഫിറ്റായി നെഞ്ചൊക്കെ വിരിച്ച് വളരെ കാം ആൻഡ് ക്വയറ്റായി തികഞ്ഞ കോൺഫിഡൻസോടുകൂടി ആ ചുവന്ന പരവതാനിയിൽ കൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വെള്ളിയാഴ്ച അലാസ്കയിൽ നടന്ന ഈ ഉന്നതതല ഉച്ചകോടിയിൽ ട്രംപും പുടിനും ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ വ്യക്തമായ പുരോഗതി കാണിച്ചില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാലും ചില മേഖലകളിൽ ഇരു നേതാക്കളും പരസ്പര ധാരണ പ്രകടിപ്പിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞത്, ഞങ്ങളുടെ കൂടിക്കാഴ്ച വളരെ വിജയകരമായിരുന്നു, പല വിഷയങ്ങളിലും ധാരണയുണ്ടായിരുന്നു, എന്നിരുന്നാലും ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു, അവയിലൊന്ന് വളരെ പ്രധാനമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഈ ചുവന്ന പരവതാനികൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയ അമ്പരപ്പിക്കുന്ന ചുവടുകൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയ്ക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം നൽകുമായിരുന്നുവെന്ന് നിരവധി പ്രതിപക്ഷം വാദിക്കുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് എഴുതിയത്, ബൈഡൻ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് പുസ്തകങ്ങളും ഡോക്യുമെന്ററികളും സിനിമകളും നിർമ്മിക്കപ്പെടുമായിരുന്നു. മറ്റൊരാൾ എഴുതിയത്, പുടിനെ കണ്ടുമുട്ടിയപ്പോൾ ട്രംപ് നടത്തിയ അമ്പരപ്പ് അദ്ദേഹത്തിന്റെ ശക്തനായിട്ടുള്ള നേതാവാണെന്ന അവകാശവാദത്തെ തന്നെ പൊളിക്കുകയായിരുന്നു. അതായത് പുടിനെ കണ്ട് ട്രംപ് വിരണ്ടു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതുകൊണ്ടാണ് ട്രംപ് തട്ടിത്തടയുന്നത്. പക്ഷേ ട്രംപിന് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന ഒരു അവസ്ഥയുണ്ടെന്ന് ജൂലൈയിൽ വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ അവസ്ഥയിൽ കാലുകളിലെ സിരകൾക്ക് ഹൃദയത്തിലേക്ക് ഫലപ്രദമായി രക്തം പമ്പ് ചെയ്യാൻ കഴിയില്ല. ഇത് താഴത്തെ ഭാഗങ്ങളിൽ വീക്കം, ചർമ്മത്തിന്റെ മാറ്റങ്ങൾ, കണങ്കാലുകളിൽ വീക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇത് അദ്ദേഹത്തിന്റെ നടത്ത സ്ഥിരതയെ ബാധിച്ചേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു അസുഖമുള്ളതുകൊണ്ടാണ് ട്രംപിന് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ വാദം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.